ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ടൗണിൽ വെണ്ണക്കരയിലാണ്. വെണ്ണക്കര ഈ പോകുന്ന ബസ് റൂട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 250 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. 6 സെൻറ്റ് സ്ഥലവും അതിൽ 2 വീട് പോലെ ഉണ്ട്, താഴെയും മേലായിട്ട്. ഇപ്പോൾ താഴത്തെ വീടിൻ്റെ വർക്ക് മൊത്തം കംപ്ലീറ്റ് ആയി. 1200 സ്ക്വയർ ഫീറ്റാണ്, 3 ബെഡ്റൂമോടുള്ള അറ്റാച്ച് ആയിട്ടുള്ള ഇതാണ്. അതേപോലെ മേലേക്ക് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൽ കുറച്ച് വർക്കേ ആയിട്ടുള്ളൂ, ബാലൻസ് വർക്കുകൾ ഉണ്ട്. ഇത് ഓപ്പൺ വെല്ലാണ്. ഇവിടെ വെള്ളത്തിൻ്റെ സോഴ്സ് പറയുമ്പോൾ ഓപ്പൺ വെല്ലും ഉണ്ട്, അതുപോലെ തന്നെ മലമ്പുഴ കണക്ഷനും ഉണ്ട്. ഇപ്പോൾ 2 വീട്ടിലേക്കും മേലേക്കുള്ള വീട്ടിലേക്കും നമുക്ക് സെപ്പറേറ്റ് എൻട്രി ഉണ്ട്. നമുക്കത് റെൻറ്റ് പർപ്പസിനായാലും എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ട്. താഴെ നമുക്ക് താമസിക്കുകയോ മേലെ കണക്ട് ചെയ്ത് കൊടുക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്യാം. കയറുമ്പോൾ തന്നെ ഒരു ചെറിയ സിറ്റ് ഔട്ട്, അതിനോട് ചേർന്ന് തേക്കിൻ്റെയൊക്കെ ഒരു ഫ്രെയിമോട് കൂടിയിട്ടുള്ള നല്ലൊരു ഡോറ്. അത് കഴിഞ്ഞ് കയറുമ്പോൾ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ഏരിയ, അതുപോലെ തന്നെ ഫോൾ സീലിംഗ് കൊടുത്ത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. നല്ല വലുപ്പമുള്ള, അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ലിവിങ് സ്പേസ് ഏരിയ കിട്ടുന്നുണ്ട്. അവിടെ നമ്മൾ നേരെ കാണുന്നത് ഒരു സ്റ്റഡി കം ഓഫീസ് റൂം കണക്കിന് വെച്ചിട്ടുള്ള ഒരു റൂമാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ എല്ലാവരും വെളിയിൽ പോയി, പക്ഷേ ഒരാൾ മാത്രം ഇവിടെ ചെയറിൽ കയറി ഇരിക്കുന്നുണ്ട്. കണ്ടോ, നമ്മളെ നോക്കിയൊരു നിലവിളിയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ സ്റ്റഡി റൂം, കുട്ടികൾക്കുള്ള സ്റ്റഡി റൂം അല്ലെങ്കിൽ ചെറിയൊരു ഓഫീസ് റൂമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. ഇവിടെ നിന്ന് നമുക്കൊരു ചെറിയൊരു വരാന്ത കിട്ടുന്നുണ്ട്. അത് 2 സ്റ്റെപ്പ് താഴെ ഇറങ്ങിയിട്ടാണ് കേട്ടോ. കണ്ടല്ലേ, 2 സ്റ്റെപ്പ് താഴെ ഇറങ്ങിയിട്ടൊരു ചെറിയൊരു വരാന്ത. ഈ വരാന്തയിൽ നിന്നാണ് ബാക്കി എല്ലായിടത്തേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡും 2 ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ബെഡ്റൂം, ഇത് 10 ഒരു ബെഡ്റൂം കേട്ടോ, അറ്റാച്ച്ഡ് ആണ്. ഈ ബാത്റൂമിൻ്റെ കാര്യമാണ്. കയറി കഴിയുമ്പോൾ ഫസ്റ്റ് ഞാൻ അതിനകത്ത് ടോയ്ലറ്റിനുള്ള സ്പേസ് ഇല്ല എന്ന് വിചാരിച്ചു, ക്ലോസറ്റ് വെച്ചിട്ടില്ല എന്ന് വിചാരിച്ചു. പിന്നെയാണ് നോക്കിയപ്പോൾ ഭയങ്കര ഒളിവിൽ ക്ലോസറ്റ് കിടക്കുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് വാഷ്റൂമിൽ കയറിയാൽ പോലും ഇത് എവിടെ ഉള്ളതെന്ന് ഫസ്റ്റ് കാണൂല. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. ഇവിടെ നമ്മൾ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആ വരാന്ത എന്നിട്ട് തന്നെ നമുക്ക് സെക്കൻഡ് ബെഡ്റൂം കാണുന്നുണ്ട്. ഇതും 10 സൈസിലുള്ള ബെഡ്റൂം തന്നെയാണ്. അത്യാവശ്യം വലിയ ബെഡും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട് എന്തായാലും. പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് റൂം ഉണ്ട്. ഡ്രസ്സിങ് റൂമിൽ നിന്നാണ് നമുക്ക് നേരെ വാഷ്റൂമിലേക്ക് കയറാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് തന്നെയാണ് അല്ലേ. ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഡൈനിങ് സ്പേസിന് കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഹായ്, അപ്പോൾ ഇവിടുന്ന് ഇതുണ്ടോ, ഇവിടെയാണ് ഡൈനിങ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. നല്ല മനോഹരമായിട്ട് ഫാൾ സീലിംഗ് കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഈ ഒരു വരാന്തയിലാണ് അല്ല. അപ്പോൾ സ്പേസ് നമുക്ക് എല്ലാത്തിനും യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വെളിയിലോട്ട് ഒരു കോർട്ട്യാർഡ് ലെവലിൽ കണക്ട് ചെയ്യാം. സ്പേസ് അവിടെ കുറവാണ്, പക്ഷേ പഴയ മരത്തിന് അവർ അങ്ങനെ നിർത്തിയിട്ടുണ്ട്. അവിടെ മരം കണ്ടാവും, ഒരു മാവാണത്, അതിനെ നിർത്തിയിട്ടാണ് ഈ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഡൈനിങ് സ്പേസിൻ്റെ നല്ല മനോഹരമാക്കിയിട്ട് കളർ കോമ്പിനേഷൻ നന്നായി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് വിശാലമായിട്ടുള്ളൊരു മാസ്റ്റർ ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ. ഇത് 12-16 എന്നുള്ള ആ ലെവലിലേക്കൊക്കെ ഉണ്ടാവും. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്, ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് തന്നെ പറയാം. ഇതിലും ഫാൾ സീലിംഗ് കൊടുത്തിട്ട് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് വാഷ്റൂം കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേസ് ഉള്ള ആ ഒരു ഹൈറ്റ്, മൊത്തത്തിൽ ടൈൽസ് കൊടുത്തു തരുന്നുണ്ട്. ആ സ്പേസ് നന്നായിട്ട് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു വാഷ്റൂം. പിന്നെ ഇവിടുന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് നേരെ പോകുന്നത് കിച്ചണിലോട്ടാണ്. അപ്പോൾ ഡൈനിങ് സ്പേസിൽ നിന്ന് നേരെ ഒരു ബെഡ്റൂമിലേക്കുള്ള എൻട്രി ഉണ്ട്. ഇവിടെ നിന്ന് നേരെ കിച്ചണിലേക്കുള്ള എൻട്രി ഉണ്ട്. അത് ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കിച്ചൺ. ഫുൾ കബോർഡ് കാര്യങ്ങളെല്ലാം, ഫർണിഷിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ്. എല്ലാവിടെയും കബോർഡുകളുടെ വർക്കോ എല്ലാ കാര്യങ്ങളും ഫിനിഷ് ചെയ്തിട്ട് ഉള്ളതാണ്. അതുപോലെ തന്നെ ഇൻബിൽഡായിട്ട് വയ്ക്കുന്ന രീതിയിലുള്ള സ്റ്റൗസാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ 3 ബർണേഴ്സുള്ള സ്റ്റൗവാണ്. നമുക്കതുപോലെ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ആ ഒരു വർക്കിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. അതിൻ്റെ വെയിറ്റും കാര്യങ്ങളും നമ്മൾ തുറന്നപ്പോൾ തന്നെ നമുക്ക് അറിയുന്നുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് വെച്ചിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഐഫ് നമ്മുടെ ഹെൽപ്പിന് വന്നിട്ടുണ്ട് അല്ലേ. എല്ലാം തുറന്ന് കാണിച്ചു തരുന്നുണ്ട്. ആൾ ഹാപ്പിയാണ്. ഇന്ന് എൻ്റെ കൂടെ ഒരു ദിവസം വെളിയിലോട്ട് വരാൻ കിട്ടിയ ടൈമല്ലേ. എല്ലാം തുറന്ന് നോക്കി എല്ലാം സെറ്റാക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം ഒരു എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണിപ്പോൾ താഴെയുള്ള ഏരിയ. ഇനി ഇവിടെ വർക്കിംഗ് ഏരിയ സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വർക്കിംഗ് ഏരിയ സ്പേസ്.
കംപ്ലീറ്റ് നമുക്കിപ്പോൾ അറിയാം 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ബാക്കി എല്ലാം കബോർഡ് കാര്യങ്ങൾ ഫിനിഷ് എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമാക്കിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു വീട് തന്നെ. എല്ലാ സ്റ്റോറേജ് സ്പേസും ബാക്കിൽ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെയാണ് ഒരു കോമൺ ആയിട്ടുള്ളൊരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ്. ഇനി നമുക്ക് മേലത്തെ നിലയും കൂടി നോക്കാം. വെളിയിലൂടെ തന്നെ നമുക്ക് സ്റ്റെയർ കയറിയിട്ട് വരാം. ഏകദേശം താഴത്തേൻ്റെ അതേ ലെവലിൽ നമുക്കിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വർക്ക് ബാലൻസ് ആണ് ഇതിനകത്ത്. ഇപ്പോൾ ഇവിടെ തൊട്ടിട്ട് തന്നെ ഫുള്ളായിട്ട് വർക്ക് പെൻഡിങ് ആണ്. എടുക്കുന്നവർക്ക് ഈ ഒരു വർക്കും കൂടി കംപ്ലീറ്റ് ചെയ്താൽ സുഖമായിട്ട് റെൻ്റ് ഔട്ട് ചെയ്യാനും പറ്റും. മേലെ നല്ല ഇഷ്ടംപോലെ വീടുകളുള്ളൊരു ഏരിയ തന്നെയാണ് കേട്ടോ. ഇഷ്ടംപോലെ വീടുകളുണ്ട്. അതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു 250-300 മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ദൂരമുള്ളൂ. കേരള ഇവിടെ ലിവിങ് സ്പേസ് ആണ് ഈ കണ്ടത്. കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ നിറച്ച് വെച്ചിരിക്കുക കേട്ടോ. ഇവിടെ ഏതോ ഷോപ്പിൻ്റെയും കാര്യങ്ങളുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് നിറച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത് നമുക്ക് വർക്ക് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സെറ്റാക്കി എടുക്കാൻ പറ്റും. ആ താഴെ നമ്മൾ കണ്ട ഒരു സ്റ്റഡി റൂമിൻ്റെ ഏരിയയാണ് ഈ കാണുന്നത് കേട്ടോ. അതിൻ്റെ അതേ മേലേക്ക് അവിടെ നമുക്ക് ലിവിങ് സ്പേസ് ഏരിയയും അതേപോലെ വരാന്തയ്ക്ക് 2 സ്റ്റെപ്പ് ഇവിടെ ഇറക്കം കൊടുത്തിട്ടുണ്ട്. ഇവിടെയും 2 സൈഡും 2 10 ഉള്ള ബെഡ്റൂമിൻ്റെ അതേ അളവിനൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇതിൽ വാഷ്റൂമായിട്ടൊരു കണക്ഷനും ഇവിടെ കൊടുത്തിട്ടില്ല. നമുക്ക് എടുക്കണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കട്ട് ചെയ്ത് എടുക്കേണ്ടി വരും വാഷ്റൂം അറ്റാച്ച്. കാരണം ഇവിടം വരെ അവർ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള മൊത്തം കാലിയാക്കി ഓപ്പൺ ആക്കി ഇട്ടിരിക്കും. നമുക്ക് അതേ ഇതിൽ വന്നിട്ട് ചെയ്തെടുക്കാം. ഇനി ബെഡ്റൂമിൻ്റെ സൈസ് വേണമെങ്കിലും കൂട്ടിയെടുക്കാനും നമുക്കത് മേലെ വാർത്ത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ എടുക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവർ ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാലൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പുതിയതാണത് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ടോട്ടലുള്ള പ്രോപ്പർട്ടി. തെങ്ങിൽ നല്ല കായ്ഫലമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ചുറ്റുവട്ടം നമുക്കിനി ലാസ്റ്റ് ഇറങ്ങിയിട്ട് താഴെ ചുറ്റുവട്ടം നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ 2 മാവ്, ഒരു തെങ്ങ്, ഇതുപോലെ തന്നെ നമുക്ക് KSRTC ബസ് സ്റ്റാൻഡ് അവിടെ ഞാൻ പറഞ്ഞ പോലെ ഒരു 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ ലുലു മാളിൽ നിന്നായാലും ഒലോക്കോട് ജംഗ്ഷനിൽ നിന്നായാലും ഒരു 6 കിലോമീറ്റർ ഡിസ്റ്റൻസോളം വരും ഈ ഒരു പ്രോപ്പർട്ടിന് നമുക്ക് അവിടെ എത്താനായിട്ട്. അതുപോലെ നമുക്ക് രുക്മിണി ക്ലിനിക്കൊക്കെ നമുക്ക് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അതുപോലെ തങ്കം ഹോസ്പിറ്റൽ പറയുമ്പോൾ ഒരു 2-2.5 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് വരും. പിന്നെ മേഴ്സി കോളേജ് ജംഗ്ഷനിലേക്ക് നമുക്ക് 2 രീതിയിൽ പോകും. ബൈക്ക് പോകുന്ന റൂട്ട് പറയുമ്പോൾ നമുക്ക് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരം വരത്തുള്ളൂ. അതേസമയം വലിയ വണ്ടികളൊക്കെ വെഹിക്കിളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് വേണം മേഴ്സി കോളേജ് ജംഗ്ഷനകത്ത്. കണ്ടല്ലോ, കംപ്ലീറ്റ് ആയിട്ട് ഇഷ്ടം പോലെ വീടുകളുള്ള ഒരു ഏരിയയാണ് ഇത്. നമുക്ക് ചുറ്റുവട്ടം നമുക്ക് വീടിൻ്റെ കാര്യമൊക്കെ നോക്കാം. അവിടെ കണ്ട നമ്മളുടെ ആൾ വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് നടക്കുക. വീട് മൊത്തം കറങ്ങി അടിച്ചായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റുവട്ടം നോക്കാം കേട്ടോ. ഇവിടെ ഈ ഒരു സ്പേസ് ആണ് ഫ്രണ്ടിൽ. നമുക്ക് ഈ മതിൽ കണ്ട അവിടെ നിന്ന് തൊട്ടിട്ടാണ് നമുക്ക് സ്പേസ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ അവർ ഗേറ്റോ മതിലോ കെട്ടിയിട്ടില്ല. നമുക്ക് അങ്ങനെ കുറേ വർക്കുകൾ ഇതിനകത്തുണ്ട്, പെൻഡിങ് ഉണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാനുള്ളതുണ്ട്. ഇൻ്റർലോക്ക് ചെയ്യാനുണ്ട്. ഇപ്പോൾ ചുറ്റുവട്ടം ഇൻ്റർലോക്ക് ചെയ്യുകയാണെങ്കിൽ ചുറ്റുവട്ടം ഇൻ്റർലോക്ക് ചെയ്യാനുണ്ട്. മണ്ണായിട്ട് തന്നെ കിടക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ ഭാഗത്തൊക്കെ എന്തായാലും ഇൻ്റർലോക്ക്, ഈ വർക്കൊക്കെ നമുക്കുള്ളതാണ്. പെൻഡിങ് ആണ്. അവർ ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ് നമുക്ക് തരിക. ബാലൻസ് നമുക്ക് ചെയ്യാനുള്ള വർക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് 56 ലക്ഷം രൂപയാണ് കേട്ടോ. ഈ ഒരു വീട്ടിന് പറഞ്ഞിരിക്കുന്ന പ്രൈസ് 56 ലക്ഷം രൂപയാണ്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളുമാണ്. നമ്മളിവിടെ പറഞ്ഞു ഔട്ട് സൈഡിലൊരു വാഷ്റൂം ഉണ്ടെന്ന് പറഞ്ഞത് എവിടെയാണ് കേട്ടോ. അത് ഇന്ത്യൻ ടൈപ്പിലുള്ളൊരു ക്ലോസറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആരും യൂസ് ചെയ്യാറില്ല. ടാപ്പ് വരെ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. അതങ്ങനെ കിടക്കുന്നുണ്ട്. ഇവിടെയാണ് വെച്ചാൽ തിരുമ്പാനുള്ള കല്ല്, വാഷിങ്ങിനുള്ള കല്ല് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം സ്പേസ്, ഇതൊക്കെ നമുക്കൊന്ന് നീറ്റായിട്ട് എടുത്ത് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. തെങ്ങിൽ അത്യാവശ്യം തേങ്ങയുള്ള പോലെ തന്നെ മാവും അത്യാവശ്യം കായ്ച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. 2 മാവും ഒരു തെങ്ങും ഇതിനകത്തുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമുക്ക് വെക്കാനുള്ള കുറച്ച് മണ്ണും കാര്യങ്ങളുണ്ട്, വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. സ്പേസ് ഇപ്പോൾ ഈ വഴിക്ക് പോകാൻ പറ്റും അങ്ങോട്ട്. ഇപ്പോൾ അവരവിടെ മാവിൻ്റെ ഇടയിൽ കൂടെ ഈ പച്ച കളറുള്ള തുണിയൊക്കെ മെറ്റിട്ട് വരണ്ടേ, നമുക്ക് അങ്ങനെ നടക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ചുറ്റും നമുക്ക് നടന്ന് പോകാനുള്ള വഴിയൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ വരുമ്പോൾ നമ്മുടെ പിന്നാലെ കുറേ ആൾക്കാർ വന്നു കേട്ടോ. അവിടെ ഇഷ്ടംപോലെ പൂച്ചകളുണ്ട് കേട്ടോ. 4-5 പൂച്ചകൾ ഈ ഭാഗത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ടോട്ടലായിട്ടുള്ള പ്രോപ്പർട്ടി. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാകും. എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉള്ളത്, വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇത് ചിലപ്പോൾ ഫസ്റ്റ് കണ്ടിട്ട് അങ്ങനെ വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായി കാണുക, അതിനുശേഷം വിളിക്കുക. അപ്പോൾ നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.